ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കിലോമീറ്ററാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ദീപക് കേസ്, അതുപോലെ ഷിംജിത കേസ്. ഷിംജിത എന്ന് പറയുന്ന രാക്ഷസി കടയാടി മോള് ഈ മോൾക്ക് മാക്സിമം ശിക്ഷ കിട്ടണം. ഇവള് പൈസയ്ക്ക് വേണ്ടിയിട്ട് പല തന്തയില്ലായ്മയും കാണിക്കുമെന്നും ഹണി ട്രാപ്പ് പോലുള്ള മറ്റേടുത്ത പരിപാടികൾ ഇവൾ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ ഇവൾ ഇന്റൻഷ്യലി പ്ലാൻ ചെയ്തതാകാമെന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കാറും എല്ലാ കിടുതാപ്പുള്ള ഇവൾ എന്തിന് ബസ്സിൽ കയറി പോയി എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനൊക്കെ ഏതാണ്ട് ഉത്തരം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹണി ട്രാപ്പിലൂടെയാണ് ദീപകിനെ ഇവൾ വീഴ്ത്തിയെന്നുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പലരിൽ നിന്നും പൈസ തട്ടിയതായിട്ടുള്ള കേസുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഷിംജിത എന്ന് പറയുന്ന നായന്റെ മോളെ കുറിച്ചിട്ട് പല കേസുകളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹൈപ്പ് കേറി 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 എങ്ങോട്ട് ഇത് അറിയാനും പറയാനും ഒന്നും പറ്റാത്ത രീതിയിലാണ് ഷിംജിതയുടെ ഹൈപ്പ് കയറി പൊക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. എന്തായാലും അന്ന് ബൈജു എന്ന് പറയുന്ന ഒരു ബ്രോയുടെ വീഡിയോയില് ആ വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ഥലത്ത്, ഈ ബസ് ഓടിയ സ്ഥലത്തുള്ള വ്യക്തിയാണ് ആ വ്യക്തി. ഈ പറയുന്ന സ്റ്റോപ്പിൽ നിന്നും ഈ ഷിംജിത പോയ സ്ഥലമായിട്ട് എത്ര സമയം വേണം സ്റ്റോപ്പിലോട്ട് എത്താനെന്നും എത്ര കിലോമീറ്റർ അവിടെ ഉണ്ടെന്നും ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ലേ എന്നും ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്റൻഷ്യലി ഇവള് നേരത്തെ ട്രാപ്പ് ചെയ്തിട്ട് ഈ ലെവലിൽ കൊണ്ടുപോയതല്ലേ എന്നുള്ളൊരു കാര്യം ഇവിടെ തെളിയുകയാണ്, അല്ലെങ്കിൽ പുറത്തു വരികയാണ്. ന്യൂസിൽ തന്നെ വന്നിട്ടുണ്ട്. ന്യൂസ് ഞാൻ കൊടുക്കാം. അതിനു മുന്നേ ബൈജു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ വീഡിയോ കാണാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. എന്റെ നാടാണ് പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ 1.25 കിലോമീറ്റർ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായി ബസ് ജീവനക്കാർക്കോ ബസ് ഡ്രൈവർക്കോ യാതൊരു അറിവുമില്ല. അതുമല്ല, ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും അവിടെ ഹോം ഗാർഡ് ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. പോലീസ് ആടി ഉണ്ടായിരുന്നു, ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവരോട് ആരോടും ഒന്നും പറയാതെ ബസ്സിനകത്ത് ഷിംജിത റീൽ എടുക്കുന്നത് പോലെ പകർത്തിയ ആ വീഡിയോ ഫുട്ടേജ് മാത്രം കയ്യിലെടുത്ത് ഷിംജിത നടന്നുപോയി. ഇനി ഷിംജിത പറഞ്ഞതുപോലെ ആദ്യത്തെ 2 മിനിറ്റാണ് ഷിംജിത സഫർ ചെയ്തതെങ്കിൽ ഷിംജിത ആദ്യം പറയുകയുണ്ടായി, ആദ്യം മുമ്പിലുള്ള ഒരു കുട്ടിക്ക് ഇറിറ്റേഷൻ സംഭവിച്ചു, എന്നോട് ദീപക് പെരുമാറുന്നത് അതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത്. ഈ 4 മിനിറ്റ് കൊണ്ട്, ഇപ്പോൾ 5 മിനിറ്റ് ആയിക്കോട്ടെ, ഈ 5 മിനിറ്റ് കൊണ്ട് നടന്ന സംഭവമാണ് ഇതൊക്കെ ഷിംജിത. പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തിലുള്ള എന്റെ പ്രധാനപ്പെട്ട 3 ആശങ്കകൾ ഞാൻ പറയട്ടെ. കോഴിക്കോട് സ്വദേശിയായ ദീപക്കും വടകര സ്വദേശിയായ ഷിംജിതയും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്തിന്? അതിൽ ദീപക് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഏരിയ. അവിടെ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല കടകളിലും എത്തിച്ചേർന്നത്. പക്ഷെ ഷിംജിത എന്തിനാണ് പയ്യന്നൂരേക്ക് വന്നത്? ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. സംശയം നമ്പർ 2, ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ വിവരപ്രകാരം തലേ ദിവസം ദീപക് 45,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ഈ 2 വിവരങ്ങളും ലിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ്. മണി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷിംജിതയുടെ POVയിൽ പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ പണത്തിന് വേണ്ടി ഷിംജിത എത്രയോ മാസങ്ങളായി തയ്യാറെടുത്തുണ്ടാക്കിയ ഒരു റീൽ നാടകം മാത്രമായിരുന്നു ഇത്. ഷിംജിത സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഷിംജിത കോപ്പുകൂട്ടി കാത്തിരുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ്. തെളിവുകൾ പറഞ്ഞു വരുന്നത് ഷിംജിതയ്ക്ക് ദീപകിനെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അറിയാമെന്നാണ്. ദീപകിന് ഒരിക്കലും ഷിംജിതയെ അറിയാൻ വഴിയില്ല. ദീപകിന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഈ 2 ദിവസങ്ങളിലായി വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണമെന്ന്. ദീപകിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഈ ഷിംജിത കൈക്കലാക്കിയിരിക്കണം. ആ പണത്തിനും ഫെയിമിനും വേണ്ടിയാണ് ഷിംജിത ആ വൈറൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മണി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതാവും തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് നിർത്തുന്ന സത്യം. ഒരു വീടിന്റെ ഐശ്വര്യമായിരുന്ന ചെറുപ്പക്കാരൻ, ഒരു വീടിന്റെ അത്താണിയായിരുന്ന ചെറുപ്പക്കാരൻ, അച്ഛന്റെയും അമ്മയുടെയും പൊന്നുമോൻ. ഈ വേർപാടിന് മുമ്പിൽ നീതി ലഭിക്കേണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, ഹൃദയം നുറങ്ങുന്ന വേദനയുമായി സ്വന്തം മകനെ ഓർത്ത് ഇപ്പോഴും നെഞ്ചുപൊട്ടി കഴിയുന്ന ആ പാവം വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കുമാണ്. സത്യം ചെയ്യിക്കട്ടെ, സത്യം മാത്രം ചെയ്യിക്കട്ടെ.
അതെ, സത്യം ചെയ്യിക്കട്ടെ. അപ്പൊ ഇവിടെ കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഷിംജിത എന്ന് പറയുന്ന നായന്റെ പോൾ ആദ്യം ഈ ബസ്സിൽ ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാണ്. എന്നാൽ അടുത്ത ദിവസം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തിയെ മാക്സിമം സമൂഹത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഇവള് നൈസായിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുകയാണ്. ഇവള് ചെയ്തിട്ടുള്ള സത്യമുണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടൂ? ഇല്ല, ഒരിക്കലും ചെയ്യത്തില്ല. അപ്പൊ ഇവളുടെ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കുക. ഇനി ഈ വീഡിയോ ഇട്ടിട്ട് ഇത് വൈറലായി വിഷയമാകുമ്പോൾ ഈ പറയുന്ന ദീപക്കിൽ നിന്നും പൈസ തട്ടാനുള്ള പ്ലാനാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇനി ദീപകിനെ ഇതിനു മുന്നേ ഇവൾ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിലാക്കിക്കൊണ്ട് പൈസ തട്ടാനുള്ള പ്ലാൻ ആണോ എന്നും അറിയില്ല. പിന്നെ ദീപക്കിന്റെ ആ ഒരു ബോഡി നാച്ചർ വെച്ചിട്ട് ഇന്നവരെ ഇങ്ങനെ ഒരുത്തിയെ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു രീതിയിലല്ല ദീപക്കിന്റെ ആ ഒരു ബസ്സിൽ നിന്നിട്ടുള്ള ഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇവള് അവിടെ നിന്ന് ലൈവായിട്ട് ആ വീഡിയോ എടുത്തുകൊണ്ട് ആ വ്യക്തിയെ നാറ്റിക്കുകയാണ്. കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവളുടെ സാമാനത്തിൽ ഒന്നും തട്ടുന്നില്ല ആ വ്യക്തിയുടെ കൈ. പക്ഷെ ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് ഇവള് കൊണ്ട് വച്ചു കൊടുത്തിട്ടാണ് ഇവളുടെ സാമാനത്തിൽ തട്ടുന്നത്. അത് ഇവള് വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളത് പലതവണ ചർച്ച ചെയ്ത കേസാണ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ഞാനൊന്ന് കൊടുക്കാം. ലൈംഗികാരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ്. ബസ്സിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന. ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയും വേഗത്തിലാക്കും. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ്. എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും പോലീസിന് മുന്നിലില്ല. ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ? തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ അതായത് ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. കാരണം കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് 11 മണിക്ക് ശേഷം കുന്നമംഗലം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളൊരു നിയമോപദേശം കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിൽ ജാമ്യം തടയാനുള്ള ശ്രമമായിരിക്കും ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാവുക എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ ആരോപണത്തെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അതായത് ഈ കടയാടി മോള് ഇതിനു മുന്നേ പലരിൽ നിന്നും പൈസ ക്യാഷ് തട്ടിയിട്ടുണ്ട്. പല ആരോപണങ്ങളാവാം, അല്ലെങ്കിൽ ഇതുപോലെ അവളെ കൊണ്ട് വച്ചു കൊടുത്തിട്ട് ഒരു സമയം കഴിഞ്ഞിട്ട് നീ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ മൊത്തം മുഞ്ചിക്കും, നിന്റെ ചാറ്റ് എല്ലായിടത്തും പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞിട്ടാവാം ഹണി ട്രാപ്പ് സെറ്റപ്പ്. ആ സെറ്റപ്പ് ആവാം, എന്തുമാകാം. അങ്ങനെ പല രീതിയിലും പണത്തിന് വേണ്ടിയിട്ടുള്ള പല പരിപാടിയും കാണിച്ചിട്ടുണ്ട്. പണമാണ് ജീവന്റെ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ഇവളിന് റീൽ ഇട്ടിട്ടുണ്ട്. പൈസ ആവശ്യം തന്നെടാ എന്ന് വെച്ചിട്ട് സ്വന്തം തന്തേരെ ഉടുതുണി വരെ ഊരി വിൽക്കുന്ന പരിപാടി കാണിക്കരുത്. ആ പരിപാടിയാണ് ഇവളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കടയാടി മോള് കാരണം ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. ആ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം. അഖിൽമാരാറിനെ പോലുള്ളവരൊന്ന് പറയും എന്തിനു സഹായിക്കുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ യൂട്യൂബേഴ്സ് പൈസയും കൊണ്ട് പോകും, ബാക്കിയുള്ളവർക്ക് റീച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. നിന്നെപ്പോലുള്ളവന്മാരാണ് ഈ നാടിന് ശാപമെന്ന് ഞാൻ വേറൊരു രീതിയിൽ ചുരുക്കി പറഞ്ഞുതരാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നിനക്കുള്ളത് ഞാൻ വേറെ ഒരു കണ്ടന്റ് ചെയ്യുന്നുണ്ട്. മല്ലിക സുകുമാരെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ചേർത്തങ്ങ് തരാം. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ വിഷയം ഷിംജിത. ഈ ഒരു ബസ്സിൽ ഈ ഒരു 4 മിനിറ്റ് യാത്ര മാത്രം വരുന്ന ബസ്സിൽ ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എത്ര നാളുകൾ പ്ലാൻ ചെയ്താണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവളുടെ ഫോണിൽ നിന്ന് തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് പുറത്ത് വരുന്നുണ്ട്. പല നാൾ കള്ളൻ ഒരു നാൾ പിടി. ഇവൾ ഒരിക്കലും ഈ കടയാടി മോള് വിചാരിക്കുന്നില്ല ദീപക് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന്. അത് തന്നെയാണ് ഇവൾക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ അബ്സാക്കെ റിജി എന്ന് പറയുന്ന വേറൊരുത്തി ഇതുപോലൊരു നിരപരാധിയായ ഒരു വ്യക്തിയെ വെച്ചും കൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി ചത്തുപോയിരുന്നെങ്കിൽ ഇന്നും ഇതുപോലെ ചർച്ചയായേനെ. പക്ഷെ ആ വ്യക്തി മരിക്കാത്തത് കൊണ്ടായിരിക്കും ചർച്ചയൊന്നും ആവാത്തത്. ആ കടയാടി മോൾക്കെതിരെ ഇതുപോലെ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവള് അങ്ങ് ചുമ്മാ നടക്കുകയാണ്, ഒളിച്ചും പാത്തും പതുങ്ങി അങ്ങ് ഇരിക്കുകയാണ്, നൈസായിട്ട് ആരും കാണാണ്ട് ആ ഒരു ഇരിപ്പങ്ങ് ഇരിക്കുകയാണ്. ആ വ്യക്തി തട്ടിപ്പോയിരുന്നെങ്കിൽ
ഭയങ്കര ചർച്ചയായേനെ, എല്ലാവരും നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയേനെ. ഇന്ന് ആ വ്യക്തി ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും ആ കടയാളി മോളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും സംസാരിക്കാത്തത്. ഞാൻ പറയുന്നത് അവൾക്കെതിരെ സംസാരിക്കണം, അവളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അവൾക്കും ഏറ്റവും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ശിക്ഷകൾ വാങ്ങിക്കൊടുക്കണം. ഒരാണിന്റെ ജീവിതം വെച്ച് കളിക്കുന്ന എല്ലാ നായിന്റെ മക്കൾക്കും ഇതൊരു പാഠമാക്കണം. ആ രീതിയിലായിരിക്കണം നടപടി എടുക്കേണ്ടത്. ഇതുപോലത്തെ കടയാടി മക്കൾ കാരണം ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇന്നലെ ഞാൻ തമിഴ്നാട്ടിൽ നിന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലുള്ളവരെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലുള്ളവരെ കളിയാക്കിക്കൊണ്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. ആ വീഡിയോ കണ്ട ആ സ്പോട്ടിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ശരീരം ഒന്ന് വേർത്തുപോയി. കാരണം നമ്മുടെ നാടിന് തന്നെ ഒരു അപമാനമായി, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ മറ്റുള്ളവർ കളിയാക്കിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിലാണ് അത് ബാധകമാകുന്നത്. അപ്പൊ നാളെ പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കേരളയല്ലേ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ ആൾക്കാർ നമ്മളെ നോക്കും, ആ ഒരു രീതിയിലോട്ട് മാറും. ഈ ഷിംജിതയെ പോലത്തെ കടയാടി മക്കൾ കാരണമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ജനങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ആലോചിക്കണം. എന്തായാലും ഇവൾ നേരത്തെയും മുന്നേയും പല രീതിയിലുള്ള ഹണി ട്രാപ്പുകളും പല പരിപാടികളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പലരിൽ നിന്നും പൈസ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഇവളുടെ ഫോണിൽ നിന്ന് തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് വ്യക്തമാകുന്നുണ്ട്. ഇനി ദീപകിനെ എന്തെങ്കിലും ട്രാപ്പിൽ പെടുത്തിയതാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലാതെ ഇനി കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇവള് നാളുകൾ ഫോളോ ചെയ്ത് അവസാനം ഇയാളൊരു പാവമാണെന്ന് മനസ്സിലാക്കി ഇയാളെ ചതിക്കുയിലേക്ക് ചാടിച്ചതാണോ, ഒന്നും പിടിയില്ല. എനിക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. എത്രയോ ദിവസം കൊണ്ട് ഇവൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദീപക് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിയെ ചെളിവാരി അടിച്ചുകൊണ്ട് 10 ആളറിഞ്ഞ് ജനങ്ങളെല്ലാവരും ആ വ്യക്തിയെ തെറി വിളിച്ച് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. ഇനി കൂടുതൽ എന്തെങ്കിലും ഈ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ കടയാടി മോള് കാരണം ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തി ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. ഇത് അജണ്ടയാണോ പ്ലാനിങ് ആണോ ഒന്നും പിടിയില്ല. എന്തായാലും ഈ ഷിംജിത എന്ന് പറയുന്നവൾ പലരിൽ നിന്നും പൈസ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. അതെന്തായാലും ന്യൂസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ആ സ്ഥിതിക്ക് കടയാടി മോള് കുറെ കൂടി വേർക്കും. ജാമ്യം പോയിട്ട് ഇവർക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അവസരം പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ കടയാടി മോളെ മാക്സിമം ശിക്ഷ കൊടുക്കുക. ഇനി ഒരു ഷിംജിതയും ഒരു കടയാടി അപ്സയും ഇവിടെ ഉണ്ടാവരുത്. അപ്സ കെ റിജി എന്ന് പറയുന്ന അവളെയും കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക. ഒരു നിരപരാധിയായ ഒരു വ്യക്തിക്ക് സ്വന്തം കൈ പൊക്കി വെച്ചു കൊടുത്ത് തട്ടിയാലേ എനിക്ക് വീഡിയോ ക്ലിപ്പ് കിട്ടുള്ളൂ എന്നുള്ള ഒരു രീതിയിലുള്ള ഇരിപ്പിരുന്നുകൊണ്ട് നാട്ടുകാരുമായി മൂഞ്ചിക്കുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്ന ഇതുപോലെയുള്ള കാവടികളെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതുപോലെയുള്ള കാവടികൾക്ക് ഈ ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന പരിപാടി ദയവ് ചെയ്തിട്ടൊന്ന് നിർത്തുക. നമ്മുടെ ഗവൺമെന്റ് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്താണ് ഉദ്ദേശമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. വല്ലാത്തൊരവസ്ഥ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഷിംജിത എന്ന് പറയുന്ന നായിന്റെ മോളെ എക്സ്പോസ് ആവുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. അവള് ലോക ഫ്രോഡാണെന്നും ഇതിൽ പരം വേറെ ഫ്രോഡ് വേറെ ഇല്ല എന്നുള്ള രീതിയിലുമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ നാട്ടിലുള്ള കുറെ കാവടി മക്കൾ ശ്രമിക്കുന്നുണ്ടെന്നും നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. ഷിംജിത എന്ന് പറയുന്നവൾ ഇനി പുറം ലോകം കാണാത്ത രീതിയിലുള്ള താഴിട്ട് പൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം. ഈ കടയാടി മോൾ ഇനി പുറം ലോകം കാണരുത്. അവളുടെ അമ്മേരെ നായരെ കെണ്ടി ഇനി ഒരു ഷിംജിതയും ഈ ഭൂലോകത്ത് ഉണ്ടാവരുത്. ഇവളെ പറ്റിയിട്ട് ഓരോ ന്യൂസ് പുറത്തു വരുന്ന കാണുമ്പോൾ, ഇവളെ എക്സ്പോസ് ആവുന്ന കാണുമ്പോൾ ആ കുടുംബത്തിന് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി വരികയാണ്. കാരണം ഇവൾ അത്രയും ദേവടിജിയാണെന്ന് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ വന്നിരുന്ന് ന്യൂസിൽ ചർച്ച ചെയ്തല്ലോ. ഒരുപാട് ആണുങ്ങളെ നിന്നും ഇതിനു മുന്നേ പൈസ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് കണ്ണാക്കി പിരിവിട്ടിയ നിനക്ക് ഇനി എന്താ പറയാനുള്ളത്? കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ നെഗറ്റീവ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാനായിട്ട് കെട്ടിയെടുത്തോണ്ട് വരുന്ന കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ. അല്ലാണ്ട് എന്നാ പറയാനാ? അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കേസിൽ സ്ത്രീക്ക് ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാൻ പറ്റൂല. അവിടെ നിന്റെ കണ്ണാക്കി പിരിവിട്ടിരിക്കും, ആനങ്ങത്തില്ല. ഇതുപോലെ എന്തെങ്കിലും സെൻസേഷനലായിട്ടൊരു കേസ് വരുമ്പോൾ അവിടെ സ്ത്രീ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരും. അവിടെ നിന്ന് കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകളുടെ വാക്കുകൾ വാരി തുപ്പും. ആണുങ്ങളെ മാക്സിമം ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും. എന്തായാലും ഇതൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥകൾ. ഇവളുമാരും എക്സ്പോസ് ആവണം, എല്ലാവളുമാരും എക്സ്പോസ് ആവണം. ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾക്ക് അണ്ണാക്കി മറുപടി കിട്ടുന്ന രീതിയിലും ഈ ഒരു കേസ് മുന്നോട്ട് വരണം. ഈ ഷിംജിത എന്ന് പറയുന്ന നായിന്റെ മോള് ഫുൾ എക്സ്പോസ് ആയി അവൾക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.